So redemption of debentures ഫസ്റ്റത്തെ മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ലംസം പേയ്മെൻറ്റ് മെത്തേഡ്. So under this method the whole amount is paid to debenture holders in lump sum at the end of the stipulated period, that is on maturity. ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ₹5 lakh ആണെങ്കിൽ ദീസ് 5 lakh ഇസ് പെയ്ഡ് ഓൺ മെച്യൂരിറ്റി ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ലംസം. ലംസം എന്ന് പറഞ്ഞാൽ എന്താ, 5 ലക്ഷം രൂപ തന്നെ അവർക്ക് ഒരുമിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. പിന്നെ ജേണൽ എൻട്രീസ് നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയാവുന്ന സമയത്ത് ഇഫ് പ്രോഫിറ്റ് ഇസ് നോട്ട് സെപ്പറേറ്റ്ലി ഇയർമാർക്ക്ഡ് ആണെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജേണൽ എൻട്രീസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഫോർ ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. Then for investing this amount in debenture redemption reserve investment, or we can say for purchase of debenture redemption reserve investment, journal entry DRR investment account debtor to bank. അതായത് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന റിസർവ് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ജേണൽ എൻട്രി DRR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞ്, ക്രിയേറ്റ് ചെയ്യേണ്ട മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 25% ഓഫ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി റെഡീംഡ് ആൻഡ് ദി എമൗണ്ട് ടു ബി ഇൻവെസ്റ്റഡ് ഇസ് മിനിമം എന്ന് പറയുന്നത് എത്രയായിരിക്കണം എന്നാണ് പറഞ്ഞത്, 15% ഓഫ് എമൗണ്ട് ഓഫ് ഇറ്റ്സ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ ആ 2 ജേണൽ എൻട്രി എഴുതുക. ആദ്യം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു DRR. ദെൻ ഫോർ ഇൻവെസ്റ്റിംഗ് ദിസ് റിസർവ്, ജേണൽ എൻട്രി DRR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ, എമൗണ്ടും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി തേർഡ് എൻട്രി എന്ന് പറയുന്നത്, ഇനി ഡിബഞ്ചേഴ്സ് എന്താവും, മെച്യൂരിറ്റി ആയി റെഡീം ചെയ്യണം. അപ്പോൾ റെഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താക്കണം, വി ഹാവ് ടു സെയിൽ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റിട്ട് ആ എമൗണ്ട് റിയലൈസ് ചെയ്തിട്ട് ദാറ്റ് എമൗണ്ട് ഇസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡിബഞ്ചർ റിഡംഷൻ purpose. So for sale of debenture redemption reserve investment, journal entry, when you make sale, what comes in? Cash comes in. So it is through bank. So journal entry, bank account debtor to debenture redemption reserve investment. അപ്പോൾ നമുക്ക് റിഡംഷനുള്ള കാശ് കയ്യിലായി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു DRR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ കാശ് എടുത്തിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്താൽ മാത്രം മതി. സോ അപ്പോൾ ഈ റിഡംഷന് 2 ജേണൽ എൻട്രി ആയിട്ടാണ് യൂഷ്വലി എഴുതാറ്. ഒന്ന് എന്തിനു വേണ്ടിയിട്ടാണ്, വെൻ എമൗണ്ട് ബിക്കംസ് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ആൻഡ് സെക്കൻഡ് എൻട്രി ഈസ് ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ടു ദം. സോ വെൻ എമൗണ്ട് ഈസ് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ജേണൽ എൻട്രി debenture account debtor to debenture holders account if it is redeemable at par. Then if redemption is at a premium, then journal entry debenture account debtor premium on redemption account debtor to debenture holders account. അപ്പോൾ ശ്രദ്ധിക്കണം, റെഡീം ചെയ്യുന്നത് പാറിനാണോ പ്രീമിയത്തിനാണോ എന്ന്. ആ 2 സമയത്തും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. പാറിനാണെങ്കിൽ ജേണൽ എൻട്രി വരുന്നത് എങ്ങനെയാണ്, വെൻ എമൗണ്ട് ബിക്കംസ് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. വെൻ റിഡംഷൻ ഇസ് അറ്റ് എ പ്രീമിയം, then amount becomes due to debenture holders, journal entry will be debentures account debtor premium on redemption account debtor to debenture holders account. Okay, then last entry for making payment to debenture holders, journal entry എന്താ വരിക, debenture holders account debtor to bank. അവിടെ എത്രയാണോ എമൗണ്ട് റെഡീം ചെയ്യുന്നത് ദാറ്റ് എമൗണ്ട് ഇസ് റെക്കോർഡഡ്. പാറിനാണെങ്കിൽ ഡിബഞ്ചറിൻ്റെ വാല്യൂ തന്നെ, പ്രീമിയത്തിനാണ് റെഡീം ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രീമിയം കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് കൊടുക്കേണ്ടത്. സോ ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്, ജേണൽ എൻട്രി
debenture redemption reserve account debtor, debenture holders account debtor to bank. ഓക്കെ, ഇനി നമ്മളൊരു DRR റിസർവ് ക്രിയേറ്റ് ചെയ്തതാണ് ഡിബഞ്ചർ റിഡംഷൻ പേർപ്പസിന്. സോ ദാറ്റ് ഷുഡ് ബി ക്ലോസ്ഡ്. So in order to for closing debenture redemption reserve account, balance in DRR account is transferred to general reserve. അപ്പം DRR അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രി ഇതാണ് വരിക. DRR അക്കൗണ്ട്, അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റ് ടു ജനറൽ റിസർവ്. അപ്പം നമ്മൾ ഈ ഒരു പ്രോബ്ലം ഞാനൊന്ന് വായിക്കാം. എ ലിമിറ്റഡ് ഹാസ് ഔട്ട്സ്റ്റാൻഡിംഗ് 10,000 15% debentures of rupees 100 each issued on 1st October 2012, due for redemption on 31st March 2017 at par. ഇവിടെ ശ്രദ്ധിക്കുക, എത്രേൻ്റെ ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 15% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 10 lakh വരിക. അതായത് 10,000 ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 എന്ന് പറയുമ്പം വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് എത്ര? 10 lakh. ഇത് ഇഷ്യൂ ചെയ്തത് 1st October 2012 ആൻഡ് റെഡീമബിൾ അറ്റ് പാർ ആണ്. റിഡംഷൻ എന്ന് പറയുന്നത് എത്ര തന്നെ നിങ്ങൾ കൊടുത്താൽ മതി. 10 lakh ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ യു ഹവ് ടു മേക്ക് 10 lakh rupees ഓൺലി, ബിക്കോസ് ഇറ്റ് ഈസ് അറ്റ് പാർ ആൻഡ് ഇറ്റ് ഈസ് റെഡീമബിൾ ഓൺ 31st March 2017. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ്, പാസ്റ്റ് ജേണൽ എൻട്രീസ് ഫോർ റിഡംഷൻ. അപ്പോൾ ഫസ്റ്റത്തെ എൻട്രി എന്താ വരിക? ഇവിടെ ഒന്നും പറയുന്നില്ല കുട്ടികളെ, റിഡംഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നില്ല. അതായത് എന്തെങ്കിലും വേറെ ഏതേ മെത്തേഡാണ് അത് സ്പെസിഫൈ ചെയ്യും, സിങ്കിങ് ഫണ്ടോ ഇൻഷുറൻസ് പോളിസിയൊക്കെയാണ്. ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ് we can assume it is redeemed out of profits of the company. അതിനെ പ്രോഫിറ്റിൽ തന്നെ കൊടുക്കുന്ന സമയത്ത് പ്രോഫിറ്റ് നോട്ട് സെപ്പറേറ്റ്ലി ഇയർ മാർക്ക്ഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇഫ് യു ആർ മേക്കിംഗ് പേയ്മെൻറ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി, യു ഹവ് ടു ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഈ DRR ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ടത് മനസ്സിലായോ? ഇഫ് യു ആർ മേക്കിംഗ് പേയ്മെൻറ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി. ദെൻ ഫസ്റ്റ് എൻട്രി അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, എന്നാണ് ഡിബഞ്ചർ റെഡീം ചെയ്യേണ്ടത്? 31st March 2017. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 31st March 2016 ആവുന്ന സമയത്ത് യു ഹവ് ടു ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. അപ്പോൾ 31st March 2017 നിങ്ങൾക്ക് ഈ എമൗണ്ട് റെഡീം ചെയ്യണമെങ്കിൽ യു ഹവ് ടു ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ദ പ്രീവിയസ് ഇയർ. കാരണം കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ മാറ്റി വെച്ചാലേ ഉള്ളൂ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്ത് ഇന്ന് തന്നെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് 31st March 2016 യു ഹവ് ടു ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ്? ഈ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി. സോ ജേണൽ എൻട്രി profit and loss appropriation account debtor to debenture redemption reserve account. നേരത്തെ ഞാൻ പറഞ്ഞ് ഈ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്നും ഇവിടെ പറയാത്ത സ്ഥിതിക്ക് യു ഹവ് ടു ക്രിയേറ്റ് മിനിമം 25% ഓഫ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ നമ്മളെ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 10 lakh ആണ്. അപ്പോൾ 10 lakhൻ്റെ 25% എന്ന് പറയുമ്പം 2,50,000. മനസ്സിലായോ? അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? 25% ഓഫ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ എൻട്രി ക്ലിയർ ആയെന്നും വിചാരിക്കുന്നു. സെക്കൻഡ് എൻട്രി, യു ഹവ് ടു ഇൻവെസ്റ്റ് ദിസ് റിസർവ്. സോ ഫോർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, ജേണൽ എൻട്രി DRR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വൈൽ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 15% ഓഫ് ദി എമൗണ്ട് ഓഫ് ഇറ്റ്സ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ 10 lakh അല്ലേ? 10 lakhൻ്റെ 15% എന്ന് പറയുമ്പം 1,50,000. ഓക്കെ, സോ ഫോർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻട്രി DRR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് to bank 1,50,000, that is 15% on 10 lakh.
അപ്പോൾ നമ്മൾ റിസർവ് ക്രിയേറ്റ് ചെയ്തു. ഇറ്റ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ബാങ്ക്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, എല്ലാ പ്രാവശ്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എപ്പോഴും എന്നാണെന്നാണ് പറയുന്നത്, ബിഫോർ 30th April ഓഫ് ഈച്ച് ഇയർ. അപ്പോൾ നിങ്ങൾ 31st March 2016 ക്രിയേറ്റ് ചെയ്ത റിസർവ് April 30 മുന്നേ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് തൊട്ട് പ്രീവിയസ് ഡേറ്റ് ഇട്ട് കൊടുക്കാം, 29th April 2016. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തി. ഇനി നമ്മൾ റെഡീം ചെയ്യുന്ന സമയത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താക്കണം, സെയിൽ നടത്തണം. ഓക്കെ, സോ എന്നാൽ ഡേറ്റ് നോക്കണം. ഡേറ്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത് 31st March 2017 ആണ്. അപ്പോൾ 31st March 2017 ഫോർ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണൽ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു DRR ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന DRR ഇൻവെസ്റ്റ്മെൻറ്റ് എന്താക്കുന്നു, സെയിൽ നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് എമൗണ്ട് ഇസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ റിഡംഷൻ പേർപ്പസ്. ഓക്കെ, സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു DRR ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് എമൗണ്ട് ഇസ് റിയലൈസ്ഡ്. ഓക്കെ, 1,50,000. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യണം 35. അപ്പോൾ നമുക്ക് റിഡംഷനുള്ള കാശ് നമ്മളെ കയ്യിലായി. സോ 31st March 2017 യു ഹവ് ടു മേക്ക് പേയ്മെൻറ്റ് ഓർ യു ഹവ് ടു റെഡീം ദീസ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ റിഡംഷൻ പറഞ്ഞ് ഞാൻ 2 എൻട്രിയാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, ഡ്യൂ ആവുന്ന സമയത്തുള്ള എൻട്രി എഴുതണം. വെൻ എമൗണ്ട് ബിക്കംസ് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് യു ഹവ് ടു പാസ് 1 journal entry, and when payment is made, another journal entry. So when amount due to debenture holders, ഇവിടെ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പാർ ആണ്. സോ ജേണൽ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 15% ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ അത് എഴുതണം. 15% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. എത്ര രൂപയാണ് റെഡീം ചെയ്യാനുള്ളത്? 10 lakh rupees. സോ 15% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 10 lakh. Then you have to make payment to them. So for making payment, journal entry debenture holders account debted to bank. നിങ്ങൾ കാശ് കൊടുക്കുകയാണല്ലോ. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കാശ് കൊടുക്കുന്നു. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് 10 lakh itself, because it is redeemable at par. അപ്പോൾ റെഡീം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് എൻട്രി യു ഹവ് ടു ക്ലോസ് DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. എങ്ങനെയാണ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞത്? ദ ബാലൻസ് ഇസ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. സോ ജേണൽ എൻട്രി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ് 2,50,000. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയി തരാം. ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ഓരോ എമൗണ്ടും വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. ഞാനൊരു പ്രോബ്ലം തരാം ഹോംവർക്കായിട്ട്.